നിമിഷം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവസാന്നിധ്യത്തിൽ വാക്കുകൊണ്ടും ശക്തി കൊണ്ടും നിറയുന്ന സമയമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. വാക്ക് അറിവും ശക്തി അനുഭവവുമാണ്. കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങളോട് പകർന്നു തരാൻ ദൈവജനം മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുകളടച്ച് ഹൃദയത്തിൽ കൈകൾ വെച്ച് ആർദ്രതയോടെ കർത്താവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി യാചിക്കുക. പൂർണ്ണതയെ ഒരുമിച്ച് പാടാം. ഈശോന്ന് വിളിക്കുക. ഈശോ ഈശോന്ന് വിളിക്കട്ടെ. ഈശോ ആനന്ദത്തിൻ ഈശോ ഈശോ ആനന്ദത്തിൻ ആരാധന വിളിക്കട്ടെ.
ആരാധന ഈശോ പ്പെട്ടവനെ മുറിവെച്ചവനെ മക്കളുടെ ചുടിയവനെ ഇതിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം എല്ലാ മക്കളിലേക്കും വീശട്ടെ. മാരക രോഗങ്ങള്, പീഡാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധന. ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ഡിസംബർ 2-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമതും സാക്ഷ്യം പറയാൻ എന്നെ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും സഹായിച്ചതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മേ എനിക്ക് സാക്ഷ്യം പറയണം, ഇന്ന ഡേറ്റ് വെച്ച് എന്തായാലും എനിക്ക് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് മക്കളോട് ഒന്നിച്ച് എനിക്ക് സാക്ഷ്യം പറയാൻ വരാനായിട്ട് സാധിച്ചു. ആദ്യമായി തന്നെ സാക്ഷ്യം പറയാൻ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു സാക്ഷ്യമാണ്. ലാസ്റ്റാണ് ഞാൻ നിയോഗിച്ചത് വെച്ചിരുന്നത്. അതാണ് എനിക്ക് ആദ്യമായി തന്നെ സാധിച്ചു കിട്ടിയത്. അതായത് ഞാൻ സാക്ഷ്യം പറഞ്ഞ അന്ന് ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറയുന്നത് 2024 ജൂൺ മാസത്തിലാണ്. ഞാനൊരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ സാലറി എനിക്ക് കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. എങ്കിൽ പോലും എനിക്ക് മക്കളുടെ പഠനവും എല്ലാം ജീവിത ചെലവും എല്ലാം കൂടി ആകുമ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഹസ്ബൻഡാണ് ഡ്രൈവറാണ്.
അപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, അമ്മ മാതാവ് ഒരു 5,000 എനിക്കൊരു സാലറി അല്ല ഏതെങ്കിലും ഒരു അഡീഷണൽ വരുമാനം കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. സാലറി കൂട്ടണമെന്നൊന്നും ഞാൻ മനസ്സിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അന്ന് സാക്ഷ്യം കഴിഞ്ഞു പോയ ആ ആഴ്ചയിൽ തന്നെയാണ് എനിക്ക് മെയിൽ വന്നത്, നിങ്ങളുടെ സാലറി ഹൈക്കായിട്ടുണ്ടെന്ന്. സാധാരണ വർധനവ് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ലായിരുന്നു. കാരണം അഥവാ ചാൻസ് ഉണ്ടെങ്കിൽ പോലും 3 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ 10% ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഉടമ്പടി സാക്ഷ്യം ഇവിടെ പറഞ്ഞു പോയതിൽ ആ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിൽ വന്നിരിക്കുന്നു, നിങ്ങളുടെ സാലറി 25% വർദ്ധിച്ചു എന്ന്. അത് കൂട്ടിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാതാവ് എനിക്ക് തന്നു. കാരണം ഉടമ്പടി എടുത്തുകൊണ്ടും സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. സാധാരണ ഇവിടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മൾ യേശുവെ മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടുമെന്ന്. കാരണം നമ്മളെപ്പോഴും നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ, നമ്മൾ ഈശോയെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുക. അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഓവറിയിൽ 3.1 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു സിസ്റ്റ് വളരുന്നുണ്ടായിരുന്നു. ഒരു 4-5 വർഷമായിട്ട് ഞാനത് കൊണ്ടു നടക്കുകയായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അത് സൈഡ് എഫക്റ്റൊന്നും ഇല്ല, അത് തന്നെ പൊക്കോളും, അല്ലെങ്കിൽ മരുന്നെടുത്താൽ പൊക്കോളും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് മരുന്നെടുത്തു കഴിഞ്ഞാൽ അലോപ്പതി മരുന്ന് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഓവറിയിൽ യൂട്രസ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എനിക്ക് ഇത് ഇങ്ങനെ സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് മരുന്നെടുത്തു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആകുമല്ലോ എന്ന് കരുതി ഞാൻ മരുന്ന് കഴിച്ചില്ല. പക്ഷേ ഞാൻ ഹോമിയോ മരുന്ന് കഴിച്ചിരുന്നു. ഒരു 1.5 വർഷത്തോളം ഞാൻ കോവിഡിൻ്റെ മുന്നേ ആയിട്ട് ഒരു 1.5 വർഷത്തോളം ഞാൻ മരുന്ന് കഴിച്ചിരുന്നു. പക്ഷേ കോവിഡ് വന്നതിന് ശേഷം പിന്നെ ഞാൻ ആ മരുന്ന് ഉപേക്ഷിച്ചു. അങ്ങനെ ഇത് ഞാൻ കൊണ്ടു നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ പതിവായി കഴിക്കുകയും തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ നിയോഗത്തിൽ വെച്ചിട്ടില്ലായിരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി പ്രതീക്ഷീകരണ ദിവസമായ അന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും ആ ദിവസം ഞാൻ ആ അനുഗ്രഹ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഓവറി സിസ്റ്റ് ഇല്ല എന്ന് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഇത് സിസ്റ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് കാണപ്പെട്ടു. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. എപ്പോഴും ആണെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൾച്ചർ ചെയ്യാൻ പറയും, അത്രയും ഒരു ഇൻഫെക്ഷനാണ്. കാരണം ഇത് ഓവർ സിസ്റ്റം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇൻഫെക്ഷൻസ് കൂടുമെന്ന്. അപ്പോൾ അന്ന് കൾച്ചർ ചെയ്തപ്പോൾ എപ്പോഴും ബാക്ടീരിയ കൂടുതലാണ്. പക്ഷേ അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. യോഗത്തിലൊന്നും വെക്കാത്ത സംഭവമാണ്. അത് പ്രാർത്ഥിച്ചപ്പോൾ ഇതും ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് മറ്റുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം ചെയ്തു. എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു ഇൻഫെക്ഷനും പിന്നെ അതിനുശേഷം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ യൂറിനിൽ പത ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് യൂറിനിൽ പത വന്നിരുന്നു. അത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും എന്തെങ്കിലും ഒരു ടെൻഷനായിരിക്കുമല്ലോ യൂറിനിൽ പത വരുമ്പോൾ. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വരാ ഇത് ഒന്നും സംഭവിക്കുക. എന്തായാലും എനിക്കൊരു ഭയങ്കര ധൈര്യമാണ്. സാധാരണ ഇതുപോലെ അബ്നോർമലായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും എനിക്കൊരു ടെൻഷനുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ലേറ്റായിട്ട് വരുമ്പോഴോ, കാരണം രാത്രിയിലൊക്കെ വണ്ടി ഓടിച്ച് ലേറ്റായിട്ട് വരാൻ താമസിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മക്കളുടെ അസുഖം എന്തെങ്കിലും നിസ്സാര കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര ആദിയും വ്യാധിയുമാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഉൾധൈര്യമാണ്. അപ്പോൾ മക്കൾ വിചാരിക്കും, അമ്മയ്ക്ക് പറയും അമ്മ എന്താ കൂളായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ഉടമ്പടി എടുത്താൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആത്മധൈര്യം എനിക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഈ മൂത്രത്തിൽ ഇത് പത കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അത് മാതാവ് തന്നാലേ, അത് ഈശോ ആ സമയമാകുമ്പോൾ എടുത്തു മാറ്റിക്കോളും. അപ്പോൾ ആ വചനം ഞാൻ എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനമാണ്. കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്, അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങൾ രക്ഷയ്ക്ക് എത്തുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 2:11. അതിനെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വചനമാണ്. ഞാൻ ഇതിനു മുന്നേ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു വചനം പോലും എനിക്ക് പറയാൻ അറിയാത്ത ആളാണ്. ബൈബിൾ വായിക്കാൻ മടിയാണ്. പ്രാർത്ഥനയിലും നാമമാത്ര പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം തന്നെ വളരെ കൂടുതലായി. അതുപോലെ തന്നെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. 24ഓളം വചനങ്ങൾ ഞാൻ കാണാപ്പാഠം പഠിച്ചു വെച്ച് ഓട്ടോമാറ്റിക്കലി പല തവണ ഞാനത് ചൊല്ലിക്കൊണ്ട് നടക്കും എപ്പോഴും. അതുപോലെ തന്നെ കൊന്തയാണെങ്കിൽ പ്രതീക്ഷ പ്രാർത്ഥന കാണാതെ പഠിച്ച് അത് എപ്പോഴും എൻ്റെ ദൈവം നാമമാണ് എൻ്റെ വായിൽ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വവ്വാലുകൾ, വീട്ടിൽ വവ്വാലുകളുടെ ശല്യം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പനമരം ഉള്ളത്. അപ്പോൾ അവിടെ എപ്പോഴും വവ്വാലുകൾ കൂടെ ശല്യമാണ്. കാരണം വവ്വാലെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പേരാമ്പ്ര ഭാഗത്താണ്, ചങ്ങരോത്ത് പഞ്ചായത്തിൽ
സ്ഥലത്തിലാണ് വവ്വാലുകൾ വന്നിട്ട് പനി ബാധിച്ചൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായ കാര്യം. ആ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് വവ്വാലുകൾ എന്ന് പറയുമ്പോൾ ഒരു പുറത്ത് പറയാൻ തന്നെ പേടിയാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നു, ഞങ്ങളുടെ അടുക്കളയിലേക്ക്. അത് അടുക്കളയിലെ ചിമ്മിനീൻ്റെ കൂടെ കയറി ഒരു 2-3 ദിവസം അടുപ്പിച്ച് വവ്വാൽ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ ചെന്ന് മക്കൾ അവർക്ക് 8:30 അവർ സ്കൂളിൽ വിടണം. അപ്പോൾ എനിക്ക് രാവിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഈ വവ്വാലുകൾ കാരണം കൂടി എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ എന്ത് ചെയ്യും? ഈ സമയത്ത് എനിക്ക് ഇവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലോ എന്ന് ഞാൻ കുട ചൂടിക്കൊണ്ടാണ് അടുക്കളയിലേക്ക് പോകുക. കാരണം ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതുങ്ങൾ പറന്ന് നടക്കും. അപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ ഞാനും 2-3 ദിവസം അടുപ്പിച്ച് കണ്ടു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓടിയത്, അയ്യോ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ നേർച്ച വസ്തു, അത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് അത് ആ ചിമ്മിനീൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് അവിടെ വെച്ചതിന് ശേഷം പിന്നെ ആ വവ്വാലെന്ന് പറഞ്ഞ സംഭവമേ ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. നമ്മുടെ അടുക്കള വശത്തും അത് ഒരു പ്രദേശത്തും ആ വവ്വാലിന് ശല്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉറുമ്പ് ശല്യം ഭയങ്കരമായിട്ട് നമ്മുടെ സ്റ്റോർ റൂമിലും അടുക്കളയിലും വരുമായിരുന്നു. അതും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തീരെ അതും അതിൻ്റെ ശല്യം മാറിക്കിട്ടി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സാക്ഷ്യമാണ് എനിക്ക് താരൻ്റെ ശല്യവും അതുപോലെ തന്നെ മുഖത്ത് താടീൻ്റെ അവിടെയൊക്കെ രോമ വളർച്ചയുണ്ടായിരുന്നു. അത് താരൻ്റെ ശല്യം എന്ന് പറയും കുറേ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. എൻ്റെ ഫാദറിന് ഉള്ളതുകൊണ്ട് അത് പാരമ്പര്യമായിട്ട് എനിക്കും കിട്ടി. അപ്പോൾ ഈ താരൻ്റെ ശല്യം മൂലം എനിക്ക് അത് തലയിൽ മുടി കൊഴിച്ചിലും അതുപോലെ ഭയങ്കര ഞാൻ എപ്പോഴും കരയാറുണ്ട്. കാരണം ഇതെനിക്ക് ഇങ്ങനെ കിട്ടിയില്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അത് ചെവിയിലേക്ക് അരിച്ചു വരികയും താരനുള്ളവർക്കറിയാം എൻ്റെ അസ്വസ്ഥത എത്രമാത്രമാണ്. ഇത് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഓയിൽമെൻറ്റ് ഒരുപാട് ഞാൻ ഉപയോഗിച്ചു, മരുന്ന് കഴിച്ചിട്ടില്ല. കാരണം ഓയിൽമെൻറ്റാണ് കൂടുതൽ ഒരു കുറിച്ച് തരിക. അത് ഉപയോഗിച്ച് 4-5 ദിവസം ഉപയോഗിക്കും, വീണ്ടും വരും. അതിൻ്റെ സ്ട്രോങ് കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. അത് കണ്ണിലേക്കും ചെവിയിലേക്കും ഈ താടിയിൽ രോമം ഉള്ളതുകൊണ്ട് രോമത്തിലേക്കൊക്കെ അങ്ങനെ അരിച്ചു വരും. എനിക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും പ്രയാസമായി. ഞാൻ രോമമൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്ത് കളയുമായിരുന്നു. കാരണം ഇതിന് ഭയങ്കര ചൊറിച്ചിലായതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര എനിക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഇത് ആര് ഷേവ് ചെയ്തു വരും, ആര് ക്ലീൻ ചെയ്തു വരും എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ട്. കാരണം ഇത് നമുക്ക് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ചെറിയൊരു സംഭവമാണെങ്കിലും അത് നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. ഇത് വലിയ അസുഖത്തിനേക്കാളും ഇതാണ് ഒരു ചെറിയ അസുഖം നമ്മുടെ മുഖത്ത് വരും. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അത് ഭയങ്കര വിഷമം തന്നെയാണ്. അത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഉടമ്പടി വസ്തുക്കൾ ഞാൻ ഒരു 4ാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനത് നിരന്തരമായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഉടമ്പടി നിയോഗത്തിലും വെച്ചിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, മാതാവ് എന്താ എൻ്റെ എന്നെ കണക്കിലെടുക്കാത്തത്, ഞാനിത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടാത്തതെന്ന്. പിന്നെ ഞാനതങ്ങ് വിട്ടു. അത് പിന്നെ പ്രാർത്ഥിക്കലേ ഇല്ല. അന്ന് വിചാരിച്ചു എന്നാൽ എപ്പോഴെങ്കിലും മാറ്റി തരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്രതീക്ഷിതമായിട്ട് ആണ് എനിക്ക് ആ താരൻ്റെ ശല്യം ഒരു പരിധി വരെ ചെവിയിലേക്ക് വരുന്നതൊക്കെ എനിക്ക് മാറിക്കിട്ടി. അതുപോലെ തന്നെ മുഖത്ത് താടിയിൽ രോമം വരുന്നത് ആ വളർച്ച എനിക്ക് ഇന്നാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വരുമ്പോൾ രാവിലെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ഇതുപോലും ഇല്ലാതെ എനിക്ക് ക്ലീനായിട്ട് എനിക്ക് അത് ഭയങ്കര ഫീൽ ചെയ്തു. അതും എനിക്ക് പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് ഫീൽ ചെയ്യാനുണ്ട്, മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താരൻ്റെ ശല്യവും ഇത്രയും കൂടി ഉള്ള അത് മാറും. കാരണം അത്രയും എനിക്ക് മാറി കിട്ടി. വലിയ ബുദ്ധിമുട്ടുന്നത് എനിക്ക് മാതാവ് പൂർണ്ണമായിട്ട് മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ മോന് ഇവൻ SLC പരീക്ഷയ്ക്ക് സ്ക്രൈബിന് വെച്ചാണ് എഴുതിയത്. അപ്പോൾ ഈ +1 പരീക്ഷയിൽ വേദപാഠ പരീക്ഷ എല്ലാവർക്കും അറിയാം യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാസ്സായില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പള്ളിയിൽ നിന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുപ്പിക്കും ഇത് പാസ്സായില്ലെങ്കിൽ. അപ്പോൾ ഇവരുടെ കൂടെ 4-5 കുട്ടികൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് 4-5 കുട്ടികൾ ഫെയിലായിപ്പോയി. അതിനകത്ത് ഇവനും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാൻസും കൂടെ അവർ തന്നു എഴുതി പാസ്സാകണമെന്ന്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ 2ാമത്തെ സേ പരീക്ഷയ്ക്ക് ഞാൻ നന്നായി പ്രാർത്ഥിച്ചും പിന്നെ ഉടമ്പടി കാശിലും കൈ കൊടുത്തുവിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും മോൻ ഇപ്രാവശ്യം ജയിക്കും, ഞാൻ അമ്മ അത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്രാവശ്യത്തെ സേ പരീക്ഷയിൽ അവൻ പാസ്സായി. അതുപോലെ തന്നെ 4-5 പേര് പരീക്ഷയിൽ വേറൊരു കുട്ടി തോറ്റുപോയി. പക്ഷേ ഇവൻ അതിനകത്ത് പാസ്സായി. അത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് സുഗന്ധാഭിഷേകം, മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ഒരുപാട് കഴിഞ്ഞ സാക്ഷ്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിന് മുന്നേ ആയിട്ട് ഒരുപാട് സുഗന്ധാഭിഷേകം എനിക്ക് മുല്ലപ്പൂ മണം കിട്ടാറുണ്ട്. പക്ഷേ കഴിഞ്ഞ സാക്ഷ്യത്തിൽ എനിക്ക് പെടുത്താൻ വിട്ടുപോയി. അമ്മ മാതാവിന് ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ടായിരിക്കണം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചും അമ്മ മാതാവിന് സാക്ഷ്യപ്പെടുത്തുകയാണ്. മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം അതുപോലെ തന്നെ എനിക്ക് ഈ ഞാൻ അധികം കൊന്ത
ചൊല്ലി പ്രാർത്ഥിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം മാതാവ് ഒരു രൂപത്തിൽ വന്ന്, ഒരു ലേഡിയുടെ രൂപത്തിൽ വന്ന് എന്നോട് ഒരു കൊന്ത എടുത്ത് കാണിച്ച് പറഞ്ഞു, ഇത് പൊട്ടിയ കൊന്തയല്ലേ, മോള് വിഷമിക്കേണ്ട, കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട എന്ന്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്ന മരിയ തായേ എൻ്റെ അമ്മയെ പാപികൾക്കായി, പീഡിതർക്കായി, രോഗികൾക്കായി പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥന എനിക്ക് ആദ്യത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ അതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. എനിക്കത് കിട്ടുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും, അമ്മ മാതാവേ എനിക്ക് ആ പ്രാർത്ഥന, ആ പാട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പാടാമെന്ന്. അങ്ങനെ എനിക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ എനിക്ക് ആ ഫുൾ ലൈനിൽ എനിക്ക് ഓർമ്മയിൽ കൊണ്ടുവന്ന് ഇപ്പോൾ എനിക്ക് ഏത് ഊണിലും ഉറക്കത്തിലും മറന്നു പോകാതെ എപ്പോഴും എൻ്റെ വായിൽ അത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും ആ പാട്ട്. അത്ര ഒരുപാട് അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്നത്. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസത്തിലൊരിക്കൽ വൃദ്ധസദനത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും രോഗികൾക്ക് വേണ്ടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് രോഗികളെ, പ്രത്യേകിച്ച് രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ കഴിയുന്ന ചോറും പൊതി ഉണ്ടാക്കി ഞാൻ പറ്റുന്ന തരത്തിൽ 5, 6, 7 പൊതികളൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. പ്രേക്ഷിത എല്ലാ മാസവും 3 കെട്ട് പത്രം വെച്ച് ഞാൻ രോഗികൾക്കും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടും. അത് ഞാൻ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. ഓരോ സാക്ഷ്യവും എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസിൽ ഇടാറുണ്ട്. എല്ലാവരും കാണാറുണ്ട്. കാണുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പലരും എന്നെ വിളിച്ച് പറയാറുമുണ്ട്. പിന്നെ രോഗികൾക്ക് കിട്ടുന്ന, ഞാൻ പ്രാർത്ഥിച്ച് കിട്ടുന്ന ഒരുപാട് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ പറയാറുണ്ട്. അവർക്ക് ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പേര് റോസമ്മ ജോസഫ്, ജീവിത പങ്കാളി ജോസഫ്, മകൾ ക്രിസ്റ്റീന. 12 വർഷമായി സ്ഥലം വിൽപ്പനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു വരികയായിരുന്നു. ഒരു മലയുടെ മുകളിലാണ് ഞങ്ങളുടെ സ്ഥലം. അതുകൊണ്ട് വിൽപ്പന തടസ്സമായിരുന്നു. പെട്ടെന്നങ്ങ് വിൽപ്പന നടക്കത്തില്ലായിരുന്നു. പലവരും വന്ന് കണ്ടു, അഡ്വാൻസ് ചെയ്തു, എഗ്രിമെൻ്റ് വരെ എഴുതി. പക്ഷേ എങ്കിലും തടസ്സങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശയിൽ കഴിയുന്ന സമയത്താണ് ഇവിടെ വരാനും അമ്മയോട് ഉടമ്പടി എടുക്കാനും സാധിച്ചത്. ആ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ 2 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. പക്ഷേ എങ്കിലും സ്ഥലത്തിൻ്റെ വിൽപ്പനയൊന്നും നടന്നില്ല. അതിനുശേഷം ഞങ്ങൾ അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛനൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അത് പറമ്പിൽ കുഴിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറമ്പിൻ്റെ 4 വശത്തും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പറമ്പിൽ നടുക്ക് കാശ് രൂപം കുഴിച്ചിട്ടു വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ ഓൺലൈൻ പ്രാർത്ഥന ഞങ്ങൾ പറമ്പിൽ കൊണ്ടുവന്നിച്ച് കേട്ട് ഞങ്ങളെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ കാശിരൂപം കുഴിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം 3-ാം ദിവസം സ്ഥലം വിൽപ്പനയ്ക്കായി ആൾ വന്ന് കാണുകയും കച്ചവടം നടക്കുകയും നല്ലൊരു വിലയ്ക്ക് ആ സ്ഥലം, ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു വിലയ്ക്ക് ആ സ്ഥലം വിൽക്കാനും അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അതാണ് എനിക്ക് ആദ്യമായി ലഭിച്ച സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, മോൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നുമില്ലായിരുന്നു. അവൾ PG പഠിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം മോളെ പഠിക്കാൻ വിടാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ല. എങ്കിലും അവൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് പഠിച്ച് പാസ്സായി. അതിനുശേഷം അവൾ 2-3 ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തെങ്കിലും സെലക്ഷനൊന്നും കിട്ടിയില്ല. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവളെയും കൂട്ടി ഇവിടെ വന്നു. മോളും ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ അവളെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചു. 20 പേർ പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ 3 പേർക്കേ സെലക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാൾ മോളായിരുന്നു. അങ്ങനെ മോൾക്ക് ജോലി ലഭിച്ചു. അവൾക്ക് അവിടെ ജോലി സ്ഥലത്ത് നിന്ന് വരാൻ സാധിക്കാത്തതിനാൽ ഇപ്പം താമസിച്ചാണ് സാക്ഷ്യം പറയാനായിട്ട് വരാൻ സാധിച്ചത്. അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്നു. 3ാമത്തെ സാക്ഷ്യം, കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. ജീവിതപങ്കാളി വാഹനം ഓടിക്കുന്നയാളാണ്. അങ്ങനെ ജോലിയില്ലാതെ ഭാരപ്പെട്ട് സാമ്പത്തികമായി എല്ലാം വളരെയേറെ വിഷമിച്ച സമയമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വലിയ നോമ്പിൻ്റെ കാലമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് അമ്മ മാതാവ് അങ്ങനെ ആ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കാനായിട്ട് ഈശ്വര വഴി കാണിച്ചു തന്നു. ആ വണ്ടി മേടിച്ചത് പട്ടയം പണയം വെച്ചിട്ടാണ്. ആ പട്ടയം ബാങ്കിൽ വെച്ചത് എടുക്കാൻ സാധിക്കും. ഒരു 4 വർഷത്തോളമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പണയം വെച്ച പട്ടയം തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് പൈസ അടച്ചു, ബാക്കി മുടങ്ങിപ്പോയതിനാൽ അത് അടച്ച തുകയും അത് പലിശയായി മാറി. അങ്ങനെ ഭയങ്കര ഒരു വലിയ തുകയായി മാറിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കാതെ വന്നു.
അങ്ങനെ ഞങ്ങൾ അതാ നിയോഗവും ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി അങ്ങനെ ആ പട്ടയം തിരിച്ചെടുക്കാൻ വാഹനങ്ങൾക്ക് ഓട്ടമൊക്കെ നല്ലതായിട്ട് അമ്മ തന്നു. അങ്ങനെ സാമ്പത്തികമായി അങ്ങനെ പൈസ ഉണ്ടായി എല്ലാം തിരിച്ചെടുക്കാനായിട്ട് അമ്മ ഞങ്ങളെ സഹായിച്ചു. ഇതാണ് മൂന്നാമത്തെ സാക്ഷ്യം. എൻ്റെ ഒരു ഇളയ സഹോദരന് നടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേരം ഡിസ്കിന് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ഹോസ്പിറ്റലുകളിൽ പോയി പരിശോധനയൊക്കെ നടത്തി. അവർ ഡോക്ടർമാരെല്ലാം പറയുന്നത് മരുന്ന് കഴിച്ച് വിശ്രമിക്കുക, ഇനി ജോലിക്കൊന്നും പോകാൻ പാടില്ല, വിശ്രമിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അവന് കട്ടിലിൽ എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇതറിഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും അവൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അവന് വിശുദ്ധ തൈലം പുരട്ടി നടുവിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതുപോലെ നേർച്ച വസ്തുക്കൾ കൊടുത്തു. ഇതെല്ലാം കഴിച്ച് വിശ്വാസമണി പ്രാർത്ഥനയുടെ ഫലമായി 2 ദിവസത്തിനകം അവൻ എഴുന്നേറ്റ് നടന്നു. ഇപ്പോൾ അവനെല്ലാം ജോലിക്കും പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവ് സഹായിച്ചു. അതാണ് എൻ്റെ 4ാമത്തെ സാക്ഷ്യം. 5ാമതായി എനിക്കും മക്കൾക്കെല്ലാം 3 മക്കളാണുള്ളത്. അത് 3 പേർക്കും അലർജിയുണ്ട്. എനിക്കാണെങ്കിൽ കൂടുതലും ഒരു 35 വർഷമായി ശ്വാസം മുട്ടലും ശ്വാസതടസ്സവും അതുപോലെ തന്നെ തുമ്മലും അലർജി, പൊടിയുടെ അലർജിയൊക്കെ ആയിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ തണുത്ത വെള്ളത്തിൽ കുളിക്കാനോ പഴവർഗ്ഗങ്ങൾ കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വളരെയേറെ കഷ്ടത അനുഭവിച്ചു. എവിടെ പോയാലും തല കുളിക്കാൻ പോലും പറ്റത്തില്ല, ചൂടുവെള്ളത്തിൽ ശരീരം മാത്രം കഴിയും. അങ്ങനെ ഒരു 35 വർഷമായി ഞാൻ കഷ്ടത അനുഭവിച്ചു. കഷ്ടത പരിസ്ഥിതി മാറ്റി തന്നു. അത് ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്നും കഴിക്കുമായിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഉടമ്പടി പ്രാർത്ഥനയ്ക്കും ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയും നേർച്ച വസ്തുക്കൾ കഴിച്ചതിൻ്റെ ഫലമായി ഈ 35 വർഷം പഴക്കമുള്ള എൻ്റെ ശ്വാസകോശ രോഗങ്ങൾ പൂർണ്ണമായും സുഖപ്പെട്ടു. അതുപോലെ കുഞ്ഞുങ്ങൾക്കും സൗഖ്യം ലഭിച്ചു. ഇതാണ് 5ാമത്തെ സാക്ഷ്യം. എൻ്റെ ഭർത്താവിന് ഇത് ഇടയ്ക്കിടെ നെഞ്ചുവേദന വരാറുണ്ടായിരുന്നു. അതിന് ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു, ECG എടുത്തു, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം നോക്കി. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെന്ന് ഹോസ്പിറ്റലിലെല്ലാം കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നും പ്രത്യേകിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചങ്കിൽ വേദന വരുമ്പം വളരെ വിഷമമായിരുന്നു. ഞങ്ങൾ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസമണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളും കഴിക്കുമായിരുന്നു. അതിനുശേഷം സൗഖ്യം ലഭിച്ചു. അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തികൾ രോഗികളെ പോയി ഞങ്ങൾ കാണും. ആകാശപ്പറവിലൊക്കെ പോയി അവരെ കാണുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അതുപോലെ കുട്ടികളുടെ ഒരു കോൺവെൻറ്റ് ഞങ്ങളുടെ അടുത്തുണ്ട്. അവരുടെ പോയി ഞങ്ങൾ അവരോട് സംസാരിച്ചിരിക്കും. അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും, ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കും. ഇത് പിന്നെ രോഗികളെ പോയി കാണും, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തികൾ. പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് അമ്മയുടെ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രികളിലും പോയി കൊടുക്കും. ഒരു ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ ഈ അത്യാഹിത വിഭാഗത്തിൽ കിടന്ന രോഗികളെ പോയി കണ്ടു. അവർക്കത് വലിയ സന്തോഷമായി. അവർ ആക്സിഡൻ്റൊക്കെ ഉണ്ടായി എഴുന്നേക്കാൻ പറ്റാതെ 40 ദിവസമായിട്ടൊന്ന് ചലിക്കാൻ പോലും പറ്റാത്തൊരു ഒരു 23 വയസ്സുള്ളൊരു പയ്യനോട് കിടപ്പുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് സൗഖ്യം കിട്ടിയാൽ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് പോയി ഉടമ്പടി എടുത്തു എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ ഉടമ്പടി തൈലം അവന് പുരട്ടാനായിട്ട് കൊടുത്തു. അവൻ പുരട്ടി. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിന്ന് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം എൻ്റെ സഹോദരൻ ആ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവൻ വിളിച്ച് പറഞ്ഞു, ചേച്ചി പോയതിൻ്റെ 3ൻ്റെ അന്ന് അവൻ അവിടുന്ന് ഡിസ്ചാർജായിപ്പോയി. അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് വന്ന് സാക്ഷ്യം പറയും, അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയും എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള പലർക്കും ഞാൻ രോഗികൾക്ക് പോയി തൈലം പറ്റി കൊടുക്കുകയും നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും ചെയ്തു. പ്രായം ചെന്ന മനുഷ്യരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്. ശ്വാസകോശമാല ഭാരപ്പെടുന്ന ഒരു കുഞ്ഞു മകന് സൗഖ്യം ലഭിച്ചു. അങ്ങനെ അവനും അവൻ്റെ അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി സാക്ഷ്യം പറയുമ്പോൾ ഇതും പറയണം. അങ്ങനെ ഒരു കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു. ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഒരു പ്രായമുള്ള അപ്പച്ചൻ്റെ അടുത്ത് പോയി. ആ അപ്പച്ചനാണെങ്കിൽ ഒരു വശം തളർന്ന് കിടക്കുകയാണ്. ആ അപ്പച്ചനും ഇങ്ങനെ തൈലം പുരട്ടി കൊടുത്ത് പ്രാർത്ഥിച്ചു. അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചൻ്റെ മകനെ വിട്ട് ഉടമ്പടി എടുപ്പിക്കും. അവർക്ക് അത്ര വിശ്വാസമാണ്. അവർ CSI സഭക്കാരാണ്. എന്നാൽ പോലും അവർക്ക് നല്ല വിശ്വാസമായി. ഞാൻ അമ്മയെപ്പറ്റിയും പറഞ്ഞ് ഈശോയെപ്പറ്റി പറഞ്ഞാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. വ്യക്തിപരമായി വന്ന മാറ്റം, എനിക്ക് ഇങ്ങനെ ഒരു 2-3 പേര് നിൽക്കുന്നവരുടെ മുമ്പിൽ ഒന്ന് നിന്ന് സംസാരിക്കാൻ കഴിവില്ലാത്തവളായിരുന്നു. ആദ്യമായാണ് ഞാൻ ഒരു മൈക്ക് കയ്യിൽ പിടിക്കുന്നത്. അതുപോലെ ഈ പരിസ്ഥമ്മയുടെ അൾത്താരയിലാണ് ഞാൻ ആദ്യമായി കയറി നിൽക്കുന്നത്. ഇതിന് പരിസ്ഥയമ്മയും തിരുക്കുമാരും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ
രാവിലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം 7 മണിക്കാണ് കുർബാനയ്ക്ക് ഞങ്ങൾ കുടുംബമായി എല്ലാവരും പോകും. ഈ 1 വർഷക്കാലമായി ഒരു കുർബാന പോലും മുടക്കാതെ പരിശുദ്ധ അമ്മേനെ സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി ബലിയർപ്പിക്കാൻ പോകും. അതുപോലെ മറ്റുള്ളവർ ക്ഷമിക്കാനും അവരെ സ്നേഹിക്കാനും നന്മ ചെയ്യുമ്പോൾ അത് ദൈവസ്നേഹത്തോടും സന്തോഷം കൂടെ ചെയ്യാനും ഒക്കെ അമ്മ ഞങ്ങളെ സഹായിച്ചു. പിന്നെ എത്ര സമയം ബൈബിൾ വായിച്ചാലും മടുക്കില്ല. 1-1.5 മണിക്കൂറൊക്കെ ഇരുന്ന് ബൈബിൾ വായിക്കും. അതുപോലെ ജപമാല ചൊല്ലാൻ മടിയില്ലാതെ എത്ര സമയം വേണമെങ്കിലും എത്ര ജപമാല വേണമെങ്കിലും മുട്ടിൽമേൽ നിന്ന് ചൊല്ലാനുള്ള കൃപ അമ്മ എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകോടി നന്ദി പറഞ്ഞു ഞാൻ സാക്ഷ്യം നിർത്തുന്നു.